ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം 3-ാം അധ്യായം 10-ാം വാക്യം. രോഗമുണ്ടായിരുന്നവരെല്ലാം അവനെ സ്പർശിക്കാൻ തിക്കി തിരക്കിക്കൊണ്ടിരുന്നു. രോഗസൗഖ്യം ലഭിക്കുവാനായിട്ട് ജനക്കൂട്ടം ഈശോയുടെ ചുറ്റും കടന്നു വരുന്നത് ഇന്നത്തെ വചനത്തില് നമ്മൾ കാണുന്നുണ്ട്. എങ്ങനെയെങ്കിലും എനിക്ക് ഈശോയെ ഒന്ന് തൊട്ടാൽ മതി, സൗഖ്യം ലഭിക്കും. ഈ ഒരു വിശ്വാസത്തോടു കൂടിയാണ് ഈ ജനം മുഴുവൻ ഈശോയുടെ പിന്നാലെ ഓടി നടന്നിരുന്നത്. അവനെ ഒന്ന് സ്പർശിക്കാനായിട്ട് തിക്കി തിരക്കിയിരുന്നത്. ഇവർക്കെല്ലാം വേണ്ടത് ഒരേ ഒരു കാര്യം, എന്താണ്? അത്ഭുതം വേണം. എന്റെ ജീവിതത്തിലെ രോഗത്തിൽ നിന്ന് മോചനം ലഭിക്കണം. സ്നേഹമുള്ളവരെ, നമ്മളും പലപ്പോഴും ഈ ജനക്കൂട്ടത്തെ പോലെയാണ്. ഞാൻ ദൈവസന്നിധിയിലേക്ക് വരുന്നു. എന്തിനാ ഞാൻ വരുന്നത്? എൻ്റെ ജീവിതത്തിലെ അത്ഭുതം എനിക്ക് വേണം. എൻ്റെ സഹനങ്ങൾ മാറണം, എൻ്റെ രോഗങ്ങൾ മാറണം, കടബാധ്യതകൾ തീരണം. ഈ വിശ്വാസത്തോടുകൂടി ഈ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി അത്ഭുതങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് വരുന്ന വ്യക്തികളായിട്ടൊന്ന് മാറുകയാണ്. സ്നേഹമുള്ളവരെ, അത്ഭുതങ്ങൾക്ക് വേണ്ടിയല്ല ദൈവസന്നിധിയിലേക്ക് വരേണ്ടത്, മറിച്ച് എന്തിനു വേണ്ടിയാണ് വരേണ്ടത്? വിശ്വാസത്തോടെ ഒരപ്പനടുത്ത സ്വാതന്ത്ര്യത്തോടുകൂടി ഈശോയുടെ അടുക്കിലേക്ക് വരാനായിട്ട് പറ്റണം. ഈശോ ആരാണ്? എൻ്റെ അപ്പൻ, എൻ്റെ പിതാവാ. എന്നെ സ്നേഹിക്കുന്ന എൻ്റെ പിതാവിന്റെ പക്കല് വിശ്വാസത്തോടുകൂടി നീ കടന്നു വന്നാല് നിന്റെ ജീവിതത്തില് നിനക്ക് വേണ്ടത് നിന്റെ ദൈവം തരും. അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും പിന്നാലെ ഓടേണ്ട വ്യക്തിയല്ല നീ, അല്ലെങ്കിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ട് മാത്രം ദൈവസന്നിധിയിലേക്ക് വരുന്ന വ്യക്തിയായിരിക്കരുത് നീ, മറിച്ച് വിശ്വാസത്തോടുകൂടി നീ വാ. പലപ്പോഴും നമുക്ക് ഇന്ന് അത് സാധ്യമാകുന്നില്ല. അതുകൊണ്ടാണ് എവിടെയെങ്കിലും ഒക്കെ അത്ഭുതം നടക്കുമ്പോൾ അവിടേക്ക് ഓടുക. എന്തിനു വേണ്ടിയാ? എൻ്റെ ജീവിതത്തിലെ എനിക്കും വേണം അത്ഭുതം. എൻ്റെ കടബാധ്യതകൾ മാറണം, എൻ്റെ രോഗങ്ങൾ മാറണം, എനിക്കൊരു ജോലി കിട്ടണം. ഇങ്ങനെ പല ആവശ്യങ്ങളുമായിട്ട് അത്ഭുതം നടക്കുന്ന സ്ഥലങ്ങളിലേക്ക് ഓടുക. അവിടെ വിശ്വാസം കുറഞ്ഞു പോവുക. വിശ്വാസത്തോടുകൂടി നീ ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ നീ ചോദിക്കാതെ തന്നെ നിനക്ക് വേണ്ടത് കൃത്യമായിട്ട് നിന്റെ ദൈവം തരും. കാരണം നിന്നേക്കാൾ നന്നായിട്ട് നിന്റെ ദൈവത്തിനറിയാം നിനക്ക് വേണ്ടത് എന്താണ് എന്ന്. സ്നേഹമുള്ളവരെ, നമ്മളൊക്കെ ഈശോയുടെ സന്നിധിയിലേക്ക് വരുമ്പോൾ എന്തിനു വേണ്ടിയാണ് വരുന്നത്? ഈ അത്ഭുതങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടാണോ? അതോ അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും പിന്നാലെ ഓടുന്ന ഒരു വ്യക്തിയാണോ ഞാൻ? ആണെങ്കിൽ വിശ്വാസം നഷ്ടപ്പെട്ടു പോയി എന്ന് നമുക്ക് തിരിച്ചറിയാം. അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും പിന്നാലെ ഓടാതെ ആഴമായ വിശ്വാസത്തോടുകൂടി ദൈവസന്നിധിയിലേക്ക് വരുവാനായിട്ട്, ദൈവത്തോട് ചേർന്നിരുന്ന് ഈ ഭൂമിയിലെ എല്ലാ സഹനങ്ങളും എല്ലാ സന്തോഷങ്ങളും സ്വീകരിക്കുവാനായിട്ട്, യഥാർത്ഥ ക്രൈസ്തവനായി നിന്നുകൊണ്ട് വിശുദ്ധിയോടുകൂടി ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോൾ ശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.